ഒരു 3 വർഷം ദൈർഘ്യമുള്ള മൗനമാണ് പിന്നീട് എന്നെ ഒരു കഥ പറച്ചിലുകാരനാക്കിയത്. 2021 തുടങ്ങി 23 വരെയുള്ള ഒരു മൗനം. അല്ല, കുറേ കാര്യങ്ങൾ കാണുമ്പോഴാണല്ലോ. ഇപ്പോൾ ഇബ്നു ബത്തൂത്ത തന്നെ അദ്ദേഹം യാത്രകളെല്ലാം അവസാനിപ്പിച്ച് പിന്നീട് നാട്ടിലെത്തിയതിന് ശേഷമാണ് കഥ പറഞ്ഞു തുടങ്ങിയത്. അതാണ് നമുക്കിന്ന് വായിക്കാൻ പറ്റിയത്. ഞാൻ ഈ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്കത് നേരിട്ട് അനുഭവിക്കാൻ പറ്റും. ഒരു പക്ഷേ നഗരങ്ങളിൽ നമ്മൾ മാത്രമല്ല, എല്ലാവരും ഒരു പക്ഷേ കൂടുതൽ അതിഥികളുണ്ടാവും, എല്ലാവരും തിരക്ക് പിടിച്ച ലോകത്തായിരിക്കും. പക്ഷേ ഗ്രാമങ്ങളിൽ നമ്മളെ ശ്രദ്ധിക്കപ്പെടും, നമുക്ക് ആതിഥ്യം ലഭിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇത്തരം സംസ്കാരങ്ങളിലേക്കും അവരുടെ ജീവിത രീതികളിലേക്കും കടന്നാൽ തന്നെ ഒട്ടേറെ പോസിറ്റീവായ കഥകൾ ഉള്ളതുകൊണ്ട് നമുക്ക് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് കടക്കേണ്ട സാഹചര്യം ഉണ്ടാകാറില്ല. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യവും അതുപോലെ അതിനുള്ള കഴിവുമുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ, അതുപോലെ വളരെ പാവപ്പെട്ടവരാണ് എന്നുകൂടി ബോധ്യപ്പെടുന്ന പക്ഷം അവരെ സ്കൂളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് രീതി. നമസ്കാരം. യാത്രകൾ നിങ്ങളെ മൗനിയാക്കും. പിന്നെ ഒരു നല്ല കഥ പറച്ചിലുകാരനും. ലോകം കണ്ട വലിയ യാത്രികളിൽ ഒരാളായ ഇബ്നു ബത്തൂത്തയുടെ വരികളാണ്. ഇവിടെ ഒരു മനുഷ്യൻ കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലൂടെ തൻ്റെ ക്യാമറയുമായി നടന്നു നീങ്ങി. അദ്ദേഹത്തിൻ്റെ ക്യാമറ പകർത്തിയ ദൃശ്യങ്ങൾ മലയാളികൾക്ക് വലിയ പുതുമയായി. കാഴ്ചയുടെ യാത്രയുടെ രസച്ചരടിൽ കഥകൾ കൊരുത്ത് നമ്മുടെ പ്രിയങ്കരനായി മാറിയ പി.ടി. മുഹമ്മദ് സഖാഫിയാണ് ഇന്ന് അപ്ഡേറ്റിനൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിട്ടുള്ളത്. നമസ്കാരം. കാണുമ്പോൾ തന്നെ കഥ പറയാമെന്ന് പറയുന്നതാണ് ഓർമ്മ വരുന്നത്. ഒരു ടാഗ്ലൈൻ അങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഈ കഥ പറയാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഒരു വ്ളോഗ് എന്നുള്ള രീതിയിലേക്കൊക്കെ എത്തിപ്പെടുന്നത്? പ്രത്യേകിച്ച് ഭാഷ കൊണ്ടും ഒക്കെ ഒരു പുതുമ കൊണ്ടുവന്ന ഒരാളാണ്. പ്രത്യേകിച്ച് വ്ളോഗർമാർക്കിടയിൽ ഇങ്ങനെ തലക്കെട്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വസ്ത്രധാരണത്തിലൂടെ വരുന്നൊരു വ്ളോഗറെ നമ്മൾ കണ്ടിട്ടില്ല മുൻപ്. പ്രത്യേകിച്ച് ഈ ടാഗ് ലൈനും പുതിയതാണ്, കഥ പറയാമെന്നുള്ളത്. കഥ പറയാം. എങ്ങനെയാണ് ഇങ്ങനെ ഇതിലേക്ക് വരുന്നത്? ഞാൻ വളരെ അവിചാരിതമായി എത്തിയതാണ്. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ ഒരു ചെയ്തു തുടങ്ങണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോഗ്രാഫി ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഏരിയ കൂടിയാണ്. പിന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതുക, അത് പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളത് ഇങ്ങനെ കുറച്ചൊക്കെ എനിക്ക് സാധിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. അങ്ങനെ ഞാൻ 2021 മുതൽ ഡൽഹിയിലുണ്ട്. പക്ഷേ കഥ പറഞ്ഞു തുടങ്ങിയിട്ട് 2023 അവസാന മാസങ്ങളിലൊക്കെയാണ്. ഒരുപക്ഷെ സംഭരിച്ച കഥകളൊക്കെ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു പറയാം. അത് നിങ്ങൾ ഇബ്നു ബത്തൂത്തയുടെ കോട്ട് തുടങ്ങിയതാണല്ലോ. ഒരു 3 വർഷം ദൈർഘ്യമുള്ള മൗനമാണ് പിന്നീട് എന്നെ ഒരു കഥ പറച്ചിലുകാരനാക്കിയത്. 2021 തുടങ്ങി 23 വരെയുള്ള ഒരു മൗനം. അല്ല, കുറേ കാര്യങ്ങൾ കാണുമ്പോഴാണല്ലോ. ഇപ്പോൾ ഇബ്നു ബത്തൂത്ത തന്നെ അദ്ദേഹം യാത്രകളെല്ലാം അവസാനിപ്പിച്ച് പിന്നീട് നാട്ടിലെത്തിയതിന് ശേഷമാണ് കഥ പറഞ്ഞു തുടങ്ങിയത്. അതാണ് നമുക്കിന്ന് വായിക്കാൻ പറ്റിയത്. ഞാൻ ഈ അടുത്ത് ഈജിപ്തിൽ കൂടി പോയിരുന്നു. ഈജിപ്തിൽ അദ്ദേഹം ഇബ്നു ബത്തൂത്ത വരികയും അലക്സാണ്ട്രിയയും കൈറോയും ഒക്കെ സഞ്ചരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ ഡൽഹിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിവിധ ഗ്രാമങ്ങളിലേക്ക് ഇങ്ങനെ യാത്ര പോകുന്ന പതിവ് എൻ്റെ അന്നേ ഉണ്ട്. അങ്ങനെ പോകുന്ന സമയത്താണ് പലപ്പോഴും വിവിധ കാഴ്ചകൾ കാണും. രസകരമായ കാഴ്ചകളായിരിക്കും. മലയാളിക്ക് എന്തായാലും കൗതുകമായിരിക്കും. ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പിന്നീട് ഒരിക്കൽ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ കണ്ട് ഗ്രാമങ്ങൾ കാണാൻ വന്ന ഒരു നജീബ് റഹ്മാൻ KP, അദ്ദേഹം ഒരു വ്ളോഗറാണ്, വാഹനങ്ങളുടെയൊക്കെ റിവ്യൂ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഇടയ്ക്ക് വാഹനങ്ങളുടെ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ വരും. അപ്പോൾ എൻ്റെ കൂടെ ഒരു ഗ്രാമത്തിലേക്ക് വന്ന് ഞാൻ കുറച്ച് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ എന്നോട് പറഞ്ഞതാണ്, നിങ്ങളീ പറയുന്ന കഥകൾ എനിക്ക് വലിയ കൗതുകമുള്ളതാണ്, എന്തുകൊണ്ട് മലയാളിക്ക് പറഞ്ഞു കൊടുത്തുകൂടാ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കഥ പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ കഥ പറയാമെന്നത് എനിക്ക് സ്വാഭാവികമായി ഇങ്ങനെ വന്നു പോയതാണ്. നിർത്തേണ്ടി വന്നിട്ടില്ല. തുടർച്ചയായ കഥകൾ. അതെ, തുടർച്ചയായ കഥകൾ. 190 കഥ, 200ഓളം കഥകൾ ഏകദേശം ഇതുവരെ. ചെറു കഥകളാണ് നമ്മുടേത്, വളരെ ചെറിയ കഥകളാണ്. ആളുകൾ ആവശ്യപ്പെടാറില്ല ഇത് കുറച്ചുകൂടെ വലുതാക്കണം എന്നുള്ള രീതിയിൽ. പക്ഷെ എൻ്റെ ഒരു രീതി വലുതല്ല. എൻ്റെ ഏറ്റവും വലിയ കഥ എന്ന് പറയുന്നത് 4 മിനിറ്റാണ്. അതിനപ്പുറത്തേക്ക് ഒരു 5 മിനിറ്റുള്ള കഥ ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ട്. എൻ്റെ ഒരു ആഗ്രഹം, ഒരാൾ യാത്രയിൽ ഒരു ബ്ലോക്കിൽ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് ട്രാഫിക് അവസാനിക്കുന്നതിന് മുൻപ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കഥ, അല്ലെങ്കിൽ ഓഫീസിൽ കാർ ഇറങ്ങിയതിന് ശേഷം ഓഫീസ് മുറിയിൽ എത്തുന്നത് വരെയുള്ള
സമയത്തിനുള്ളിൽ അവസാനിക്കുന്ന കഥ എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വലിയ കഥകളൊക്കെ പലതും വേറെയും നമ്മുടെ സർക്കിളിൽ ലഭ്യമാണല്ലോ. അപ്പോൾ ചെറിയ കഥകൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ കൾച്ചറലായിട്ട് ഭയങ്കര വിവിഡായിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ ചില കഥകൾ നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് പറയേണ്ടി വരും. ചില കഥകൾ നമ്മളെ വികാരഭരിതരാക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ തീർച്ചയായിട്ടും ചില കഥകൾ പറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്ന പോലെ തോന്നുന്ന പോലെ. ഞാൻ ചില കഥ പറയാത്ത ചില കഥകളുണ്ട്. എനിക്ക് അതിലേറ്റവും ഒരു ഹൃദയഹാരിയായ കാര്യങ്ങളുള്ളത് അന്ന് കാശ്മീരിൽ നിന്നാണ് പ്രധാനമായും. അങ്ങനെ കാശ്മീരിൽ ഞാനൊരു മഞ്ഞുകാലത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായും മഞ്ഞു പെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വാഹനം നീങ്ങാത്ത ഒരു രാത്രിയിലാണ്. ഞങ്ങളുടെ വാഹനം മാത്രമല്ല, അവിടെയുള്ള ഒരു ടൂറിസ്റ്റുകളുടെ ആരുടെയും വാഹനങ്ങൾ മുന്നോട്ടും പിന്നോട്ടും ഒന്നും നീങ്ങാത്ത വിധം ബ്ലോക്കായ സമയത്ത് ഈ കാശ്മീരികളായ ആളുകൾ ഞങ്ങൾക്ക് വന്ന് ഭക്ഷണവും അവരുടെ വീട്ടിൽ താമസവും ഒരുക്കുക. ഈ മഞ്ഞു നീക്കി പിറ്റേന്ന് രാവിലെ മാത്രമേ ഈ വാഹനം നീങ്ങി തുടങ്ങുകയുള്ളൂ. അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് ആർക്കും ഭക്ഷണമൊന്നും സമീപത്തൊന്നും ലഭ്യമല്ല, ഹോട്ടലുകളില്ല. അപ്പോൾ അതിന് പകരം കാശ്മീരികളായ മനുഷ്യർ അവരുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ പരസ്പരം ഈ ടൂറിസ്റ്റുകൾക്ക് പങ്കുവെക്കുകയും അവർക്ക് കിടന്നുറങ്ങാൻ പ്രയാസമുള്ള ആളുകൾക്ക് പിന്നെ അവരുടെ വീട്ടിൽ നല്ല വിശ്രമം ഒരുക്കുകയൊക്കെ ചെയ്തത്. അത് അങ്ങനെയുള്ള അതാണ് ചിലപ്പം നമ്മുടെ വാക്കുകൾ അവസാനിക്കുന്ന ഒന്നും പറയാനില്ല. കാരണം നമ്മൾ ആകെ പ്രയാസത്തിലിരിക്കുന്ന സമയത്താണ് ഈ ചേർത്ത് പിടിക്കൽ വരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് ആതിഥ്യ മര്യാദ കാശ്മീരികളിൽ നിന്ന് കണ്ടുപഠിക്കണം എന്ന് എൻ്റെ ചില ടോക്കുകളിലൊക്കെ വരാറുണ്ട്. അത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഹൃദയം തൊട്ടുള്ള പറച്ചിലാണ്. കാശ്മീരിനോട് അത്ര നമ്മളങ്ങ് ഇഷ്ടപ്പെട്ടു പോയത് ഇത്തരം ചില കാരണങ്ങൾ കൊണ്ടുകൂടിയാണ്. ഈ ഉത്തരാഖണ്ഡിലേക്ക് യാത്രാ വിവരണങ്ങൾ നമ്മളിങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. ഈ ഉത്തരാഖണ്ഡിലെ ചില പ്രത്യേക ഉൾഗ്രാമങ്ങളിലേക്കൊക്കെയുള്ള യാത്രാ വിവരണങ്ങൾ, അതിനുശേഷം പല ആളുകളും വന്നിട്ട് അവിടേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ആവശ്യപ്പെട്ടതായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നു. സംഭവം ശരിയാണോ? അങ്ങനെ വലിയ രീതിയിൽ ക്വയറീസ് വരാറുണ്ട്. അങ്ങനെ നിങ്ങൾ പോകുന്ന വഴിയെ ഞങ്ങൾക്കും സഞ്ചരിക്കണം എന്നുള്ള രീതിയിൽ വരാറുണ്ട്. ഒന്ന് ഉത്തരാഖണ്ഡിലെ ബഗ്ഗ ഗ്രാമത്തെക്കുറിച്ചാണ് ആ ചോദിച്ചത്. ബഗ്ഗ ഗ്രാമം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ അതിർത്തിയിലാണ് ഈ ഗ്രാമം. ഉത്തരാഖണ്ഡിലാണ്, പക്ഷേ കാടിനുള്ളിലാണ് ഈ അതിർത്തി പങ്കിടുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡ്, പിന്നെ ആ ഗ്രാമത്തിൽ നിന്ന് കുറച്ചുകൂടി സഞ്ചരിച്ചാൽ കാടിനുള്ളിലൂടെ തന്നെ നേപ്പാൾ അതിർത്തി കടക്കാൻ പറ്റും. ഞാൻ കടന്നിട്ടൊന്നുമില്ല, പക്ഷേ അങ്ങനെ അവിടെയുള്ള ആളുകൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഗ്രാമം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് അവസാനിക്കുന്നിടത്ത് നിന്ന് ആരംഭിക്കുന്ന വഴികളാണ് അങ്ങോട്ടുള്ള പാതകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളിക്ക് കാട്, മണ്ണ്, മനുഷ്യൻ, അവിടുത്തെ ഭക്ഷണം, അവിടെ നെറ്റ്വർക്ക് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ദിവസം താമസിക്കണം എന്നൊക്കെ തോന്നും. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ പുതിയ ബിസിയുള്ള കാലത്തേക്ക്, തിരക്ക് പിടിച്ച ലോകത്തേക്ക് ഇങ്ങനെ മാറിയതുകൊണ്ട് ഒരു ദിവസം അവധി ഇങ്ങനെയൊരു അപ്പോൾ നമ്മുടെ ഒരു സ്വപ്നത്തിലുള്ളതാണ് നല്ലൊരു കാട്, അരുവി, അവിടെ കിളികൾ, കളകളാരവങ്ങൾ, അങ്ങനെയൊക്കെയുള്ള അങ്ങനെ ഒരു ഗ്രാമമാണ് ബഗ്ഗ ഗ്രാമം. അവിടെ നമ്മൾ കുറേ മുമ്പ് തന്നെ പോവുകയും അവിടുത്തെ കാഴ്ചകൾ പലപ്പോഴായി പങ്കുവെക്കുകയും മാത്രമല്ല ഈ അവിടുത്തെ ഒരു കുട്ടിയെ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഒരു വിദ്യാർത്ഥി അയാൻ അവിടെ നമ്മുടെ സ്കൂളിലെ റെസിഡൻഷ്യൽ സ്കൂളിലെ ഒരു വിദ്യാർത്ഥി കൂടിയാണ്. നമ്മൾ ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഈ ആളുകൾ പൊതുവേ ഈ സഞ്ചാരപ്രിയരായ പല ആളുകളുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾക്കും ഇത് സാധിക്കാറില്ല. അപ്പോൾ ചില ആളുകൾക്ക് മാത്രമാണ് ആഗ്രഹിച്ച സ്ഥലത്തൂടെയൊക്കെ പോകാനുള്ള അവസരമൊക്കെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന PT മുഹമ്മദ് എന്ന് പറയുന്ന ആൾ യാത്ര ചെയ്യുന്ന വഴിയെ ആളുകൾ സഞ്ചരിക്കുന്നത് ഈ വീഡിയോയിലൂടെയാണ്. അതും പല വീഡിയോയും നമുക്ക് നോക്കിയാൽ വലിയ ആർട്ടിസ്റ്റിക് മേക്കോടുകൂടെ അല്ലെങ്കിൽ കൃത്യതയോടുകൂടി ഭംഗിയുള്ള വളരെ നമുക്ക് കേരളത്തിൻ്റെ മറന്നുപോയ ഏതൊക്കെയോ ഗൃഹാതുരത്വമൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ഫീൽ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെയാണ്. ഇത് ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ തന്നെയാണോ, അതോ നമ്മുടെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി? ഈ ഫ്രെയിംസ് ഒക്കെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നമ്മൾ ആദ്യഘട്ടങ്ങളിൽ ഞാൻ തന്നെയായിരുന്നു വീഡിയോ എടുത്തിരുന്നത്. ഞാൻ പറഞ്ഞു എനിക്കൊരു വീഡിയോഗ്രാഫി ഒരു പാഷൻ ആയിരുന്നു. പക്ഷേ വലിയ രീതിയിലൊന്നുമല്ല, എന്നാലും ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് ചെറിയ രീതിയിൽ ചിത്രീകരിക്കാം എന്നൊക്കെയുള്ള ചെറിയ ഐഡിയകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ പ്രത്യക്ഷപ്പെടുന്ന വീഡിയോകൾ ആരെങ്കിലും ഉണ്ടെങ്കിലും ചെയ്യിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. പിന്നീട് ഇങ്ങനെ കഥകൾ വിശാലമായി തുടങ്ങിയതോടെ എൻ്റെ കൂടെ ഒരാളുണ്ടാകാറുണ്ട്. അദ്ദേഹമാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്.
നമ്മൾ നേരത്തെ കശ്മീരിനെ കുറിച്ച് പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു കശ്മീരിൻ്റെ യാത്രാനുഭവങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു ഹൃദ്യമാർന്നിട്ടുള്ള അനുഭവങ്ങൾ പറയുന്ന ആളുകൾ എനിക്കൊന്ന് അങ്ങനെ യാത്ര ചെയ്തിട്ടുള്ള ഇതിങ്ങനെ റൂറൽ ഏരിയകളിൽ പോയിട്ട് ഇതിങ്ങനെ അനുഭവിച്ചിട്ടുള്ള ആളുകളൊക്കെ വളരെ കുറവായിരിക്കും. എങ്ങനെയാണ് കശ്മീരിൽ ഇപ്പോഴും ആ ഭാഗത്തൂടെയൊക്കെ അങ്ങയുടെ പാത പിൻപറ്റി വേറെ ആളുകൾ വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ നമ്മൾ പോയ വഴിയിലൂടെ കൂടുതൽ ആളുകൾ എത്തിപ്പെടുന്നതായി? ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ളത് പിന്നെ പലരും ചോദിക്കാറുണ്ട്, ഗ്രാമങ്ങൾ എങ്ങനെയാണ് കാണുക എന്ന് എന്നെയൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. ഗ്രാമങ്ങളിൽ എങ്ങനെയാണ് എത്തിപ്പെടുക? അപ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത്, ഗ്രാമങ്ങളിൽ എത്തിപ്പെടാൻ ഒരു ഗ്രാമീണനെ പരിചയപ്പെടുക മാത്രമാണ് വഴി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളെ പരിചയപ്പെട്ടാൽ അദ്ദേഹം ഒരു പക്ഷേ, ഞാൻ കാശ്മീരിലാണെങ്കിൽ പറയാം, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കും. നമ്മൾ പോവുക, ഭക്ഷണം കഴിക്കാം. അവർക്ക് എന്തെങ്കിലും സന്തോഷത്തിന് കൊടുത്താൽ പോലും ചിലപ്പോൾ ഒരു പക്ഷേ അവർ വാങ്ങില്ല. കാരണം അവർ സൽക്കാരം അങ്ങനെ അവരുടെ ഹൃദയത്തിലേറ്റിയവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാനെപ്പോഴും ഗ്രാമങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നത് അവിടെ നിന്നും എനിക്ക് തിരിച്ചു കിട്ടുന്ന, അവർ തിരികെയല്ല, അവർ നിഷ്കളങ്കമായി തരുന്ന സ്നേഹവും ആതിഥ്യവും വീണ്ടും അനുഭവിക്കണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു സ്ഥലമാണ്, കാശ്മീരിലൊരു ഗ്രാമത്തിൽ ഒരു വാഹനം മാത്രം പോകാൻ വഴിയുള്ളൊരു ഗ്രാമം. അത് മഞ്ഞു വീണ് 2 വരി ഒറ്റ വരി പാതയായതാണ്. അപ്പോൾ മഞ്ഞു നീക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം നീക്കി ഒരു വാഹനം മാത്രമേ പോകുകയുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഒരു നല്ല സീനറി ഉള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്ത് തിരിച്ചു പോകാം എന്ന് കരുതി അവിടെ വാഹനം നടു റോട്ടിൽ നിർത്തി. കൂടുതൽ വാഹനങ്ങളൊന്നും വരുന്നില്ല, ഒരു വാഹനവും വരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ നിർത്തി വീഡിയോ ഒക്കെ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കെ ഒരു വാഹനം എൻ്റെ പിറകിൽ വരുന്നു. അപ്പോൾ ഞാനിപ്പോൾ മാറ്റിത്തരാം, 1-2 വീഡിയോകൾ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒരു 3/4 മണിക്കൂറൊക്കെ ആണെങ്കിൽ നിങ്ങൾ 1/4 മണിക്കൂറൊക്കെ ആണെങ്കിൽ ഞാൻ കാത്തിരിക്കാം എന്നതാണ്. 1/4 മണിക്കൂർ? അത് ഞാൻ 1/4 മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് പോലും കാത്തിരിക്കാൻ പറ്റാത്ത നമ്മുടെ അടുത്താണ് 3/4 മണിക്കൂറിൻ്റെ ഒരു വ്യാപ്തി. അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഷൂട്ടിങ്ങൊക്കെ പൂർത്തീകരിച്ച് അദ്ദേഹം വാഹനത്തിൽ കയറിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വീട്ടിൽ കയറിയിട്ടൊരു ചായ കുടിച്ച് പോവാം. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഒരു ചായ കുടിച്ചാണ് പിന്നീട് യാത്ര തുടർന്നത്. അപ്പോൾ ഹൃദയം കൊണ്ട് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്ന മനുഷ്യർ ലോകത്തെല്ലായിടത്തും ഉണ്ട്. ചിലയിടത്ത് അത് പിന്നെ അവരുടെ രക്തത്തിൽ ചേർന്നതായിരിക്കും. ഞാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ സ്നേഹം ആവോളം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്കത് നേരിട്ട് അനുഭവിക്കാൻ പറ്റും. ഒരു പക്ഷേ നഗരങ്ങളിൽ നമ്മൾ മാത്രമല്ല, എല്ലാവരും ഒരു പക്ഷേ കൂടുതൽ അതിഥികളുണ്ടാവും, എല്ലാവരും തിരക്ക് പിടിച്ച ലോകത്തായിരിക്കും. പക്ഷേ ഗ്രാമങ്ങളിൽ നമ്മളെ ശ്രദ്ധിക്കപ്പെടും, നമുക്ക് ആതിഥ്യം ലഭിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ടുകൂടിയായിരിക്കണം ഗ്രാമങ്ങളിൽ. മറ്റൊന്ന്, ഗ്രാമങ്ങളിൽ ആളുകൾ എത്തിച്ചേരുക എന്നത് വളരെ പ്രയാസമായിരിക്കും. ഒരാളെ കാണുമ്പോൾ അവരൊരു പുതിയ സംസ്കാരവും പുതിയ രീതിയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെയും ആയിരിക്കാം. ഞാനത് ഏതായാലും ഗ്രാമങ്ങളിൽ നിന്ന് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഈ യാത്രയെക്കുറിച്ച് പറയുമ്പോഴേ, സാധാരണ ഒരു യാത്രികനല്ല, പ്രത്യേകിച്ച് മതം പഠിച്ചിട്ടുള്ള, ഈശ്വരവിശ്വാസം നെഞ്ചിലിങ്ങനെ കെടാതെ കൊണ്ടു നടക്കുന്ന, അങ്ങനെയുള്ള ഒരു ചൈതന്യമുള്ളൊരു മനുഷ്യൻ കൂടിയാണ്. ഈ യാത്രയ്ക്കൊപ്പം ഇതും കൂടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, ഞാൻ ഇവിടെ പ്രവർത്തിക്കേണ്ട ആളാണ്, ഒരു പക്ഷേ ഇവരോടൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കേണ്ടതുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യേണ്ടതുണ്ടെന്നൊക്കെ തോന്നുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടാവും. ആ സമയത്ത് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ പോയ ശേഷം തിരിച്ചു വരികയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, നമ്മളൊരു സ്കൂള് ഹരിയാനയിൽ ആരംഭിച്ചത് നമ്മൾ ഇതുവരെ കടന്നു ചെന്ന ഗ്രാമങ്ങളിലെ പാവപ്പെട്ട മനുഷ്യർ, ഞാൻ കണ്ടുമുട്ടിയ മനുഷ്യർ, അവരെ ചേർത്തു പിടിക്കണം, അവരെ സ്കൂളുകളിലേക്ക് എത്തിക്കണം എന്ന തോന്നലിൽ നിന്നാണ് സ്കൂൾ ആരംഭിച്ചത്. അപ്പോൾ സ്കൂൾ ആരംഭിച്ചതിന് ശേഷം കുട്ടികൾക്ക് മുൻഗണന കൊടുക്കുന്ന സമയത്ത് തീർച്ചയായും ഞാൻ ചെയ്തത്, ഒന്ന്, ഉത്തരാഖണ്ഡിലെ ബഗ്ഗ ഗ്രാമത്തിൽ നിന്നുള്ളൊരു വിദ്യാർത്ഥി അയാൻ, അതുപോലെ ഞാൻ പിന്നെ കണ്ണു കാണാത്ത അന്ധനായ ഒരു പേരക്ക കച്ചവടക്കാരൻ്റെ കഥ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ, അതുപോലെ കാശ്മീരിലെ മലമുകളിൽ നിന്ന് ഞാൻ കയറി ചെന്നപ്പോൾ അവിടെ കണ്ട ഏകദേശം 5 പേര് നമ്മുടെ സ്കൂളിലുണ്ട്. അങ്ങനെ നമ്മുടെ കഥകൾ എത്തിച്ചേർന്ന കണ്ടുമുട്ടിയ മനുഷ്യരെയാണ് നമ്മൾ സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത്.
തീർച്ചയായും അങ്ങനെ ഒരു തിരിച്ചുപോക്ക് ഈ ഗ്രാമങ്ങളിലേക്ക് നടത്തിയത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്കൂൾ സാധ്യമായത്. നമ്മുടെ കഥകളിലെ മനുഷ്യരെ ചേർത്ത് പിടിക്കണമെന്നതുകൊണ്ട് കൂടിയാണ്. നമ്മുടെ മനസ്സിങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ കൊളുത്തി കിടക്കുന്ന പോലെ. അതെ അതെ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ നിരന്തരം യാത്രകൾ ചെയ്യുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കവിതയിൽപ്പെട്ട ഒന്നാണ് സാഫിർ തജിദ് ഇവല്ലൻ അമ്മൻ തുഫാരിഖുഹു. ഇതിൻ്റെ രണ്ടാം വരി ഇങ്ങനെയാണ്: ഇന്നി റഅയ്തു വഖൂഫൽ മാഇ യുഫ്സിദുഹു ഇൻ സാഹ താബ വ ഇല്ലം യജ്രി ലം യത്ബി. നിങ്ങൾ നിരന്തരം യാത്രകൾ ചെയ്യുക, കാരണം യാത്രകൾ ചെയ്യുന്ന മനുഷ്യർ ഒഴുകുന്ന വെള്ളം പോലെയാണെന്നാണ്. കാരണം ഒഴുകുന്ന വെള്ളം അത് എപ്പോഴും ക്യൂറായിക്കൊണ്ടിരിക്കും. അതിലെപ്പോഴെങ്കിലും ചെളി കലർന്നാൽ പോലും അത് പിന്നീട് ശുദ്ധമാകാനുള്ള സാധ്യത വഴിയിലുടനീളമുണ്ട്. പക്ഷെ കെട്ടിക്കിടക്കുന്ന വെള്ളം അതിൽ ചെളി ചേർന്നു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് ശുദ്ധമാകാനുള്ള സാധ്യതയില്ല എന്ന് പ്രധാനമായും നമ്മുടെ മനസ്സിനൊരു വികാസം യാത്രയിലൂടെ ഉണ്ടാകും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സത്യത്തിൽ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു PT മുഹമ്മദ് സഖാഫിയുണ്ട്. യാത്രകളുടെ മധ്യത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന അതേ മനുഷ്യനുണ്ട്. വലിയ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. വ്യത്യാസം ഇതുതന്നെയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സെനിക്ക് വന്നു എന്നതാണ്. ലോകത്ത് വിവിധ സംസ്കാരങ്ങളുണ്ട്, നമ്മുടെ രാജ്യത്ത് തന്നെ വിവിധ സംസ്കാരങ്ങളുണ്ട്, ഭാഷകളുണ്ട്, രീതികളുണ്ട്. എല്ലാവരും ഒന്ന് തന്നെയാണ്. ഒരു നസീർ അക്ബറാബാദിയുടെ കവിത, അദ്ദേഹം ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറയുന്നത്, ആദമി മേ ആദമി കി ഖദർ കർ, റംഗോ നസൽ പർ നക്കർ ഫഖ്റെ ബഷർ, ഏക് ഹി മിട്ടി കി ഹേ ഹം സബ് പേഗർ. എല്ലാവരും ഒരേ മണ്ണിൽ നിന്നുള്ളവരാണ്. കൊയ് ഹിന്ദു, കൊയ് മുസ്ലിം, കൊയ് സിഖ്, കൊയ് ഈസായി, അങ്ങനെ ആയിന്നേ ഉള്ളൂ. പക്ഷേ എല്ലാവരും ഒരേ മനുഷ്യരാണ്. മനുഷ്യനിൽ മനുഷ്യനെ കാണുക എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും എല്ലാവരെയും ഉൾക്കൊള്ളണം. അതിൻ്റെ ഒന്നുകൂടി കൂടുതൽ വ്യാപ്തിയിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റി എന്നാണ് ഞാൻ കരുതുന്നത്. ഈ യാത്രാ വിവരണങ്ങളെക്കുറിച്ച് ഇപ്പോഴും പറയുമ്പോഴേ ഈ കഥ പറയാമെന്ന് പറഞ്ഞിട്ട് പുതിയ പുതിയ തീമുകളാണ് പലപ്പോഴും കൊണ്ടുവരാറ്. ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും മറ്റൊന്ന്. ഒരുപക്ഷെ ഒരു തുടർച്ചയൊന്നുമല്ല, പലപ്പോഴും റാൻഡമായിട്ടുള്ള ചിത്രങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ കളക്ഷൻ എങ്ങനെയാണ്? കാരണം ഈ ഒരുപക്ഷെ നമ്മളെപ്പോലെ വ്യക്തിപരമായി ഞാനടക്കം സഞ്ചരിച്ച പല വഴികളിലും നിങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പാതയിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരുന്ന കഥ നമ്മളൊക്കെ വളരെ കാഷ്വലായിട്ട് ഇഗ്നോർ ചെയ്ത് പോയിട്ടുള്ള ചില കഥകളാണ്. എങ്ങനെയാണ് ഈ കഥകൾ കണ്ടെത്തുന്നത്? ചില കഥകൾ നമ്മൾ വീണ്ടും വീണ്ടും എത്തിച്ചേരുമ്പോഴാണ് അതിന് പിറകിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില കഥകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ നേരത്തെ ഉപേക്ഷിച്ചതാണെങ്കിലും പിന്നീട് അതേക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിൽ കൂടുതൽ കഥകളുണ്ട് എന്ന്, അപ്പോൾ അത് വീണ്ടും ചെയ്യേണ്ടി വരികയാണ്. ഒരു പക്ഷേ നമ്മളൊരു തവണ കണ്ട് അങ്ങനെ ഉപേക്ഷിച്ച് പോയേക്കാവുന്ന ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഞാൻ പലപ്പോഴായി ഉത്തരേന്ത്യൻ തെരുവുകളിൽ, കടകളിലൊക്കെ, തെരുവ് കടകളിലൊക്കെ സിങ്കാട എന്ന് പറയുന്നൊരു ചെറിയ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും പക്ഷേ, സിങ്കാട കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അപ്പോഴൊന്നും ചിന്തിച്ചിട്ടില്ല സിങ്കാട എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല. പക്ഷെ പിന്നീടൊരിക്കൽ അത് വാങ്ങി കഴിക്കുകയും അതിനൊരു മരച്ചീനിയുടെ രുചി തോന്നുകയും അത് പിന്നീട് അതെന്തായിരിക്കുമെന്ന് ആലോചിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതേക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഇത് ഉണ്ടാകുന്നത് ചെളിവെള്ളത്തിലാണ്. അതെ, അഴുക്കുവെള്ളത്തിൽ. അങ്ങനെ ഞാനത് പോയി ചിത്രീകരിക്കുകയും ആ ചെളിവെള്ളത്തിലിറങ്ങി അത് പറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിസാരമായി കളയുന്ന ചില കാര്യങ്ങളിൽ ഒരു പക്ഷേ ഒരു മനോഹരമായ കഥ ഉറങ്ങിക്കിടക്കുന്നുണ്ടാകണം. അത് വീണ്ടും വീണ്ടും യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു പക്ഷേ നമുക്കത് കണ്ടെത്താനും അനുഭവിക്കാനും ആകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാശ്മീരിൽ ഞാൻ പലപ്പോഴായി പോകാനുള്ള കാരണം കാശ്മീരിലെ ഒരിക്കലും അവസാനിക്കാത്ത കഥകളുണ്ട്. ഞാൻ പലപ്പോഴായി വീണ്ടും വീണ്ടും പോകാൻ ഉള്ള കാരണം അവിടെ വീണ്ടും വീണ്ടും കഥകൾ ഒരുപാടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. മറ്റൊരു ചോദ്യം, നമ്മൾ ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോഴേ എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യമാണ്. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയേണ്ട, ഒരുപക്ഷെ വലിയ രീതിയിൽ അവരിൽ മാറ്റം ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ കേട്ടറിയുന്ന ഒരു ഇന്ത്യയുണ്ട്. പൊതുവേ നമ്മുടെ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന, നമ്മുടെ പരിസരത്തുള്ള ആളുകൾ അവതരിപ്പിക്കുന്ന ഒരു ഇന്ത്യയുണ്ട്. ആ ഇന്ത്യയിലൂടെ സഞ്ചരിക്കാനൊക്കെ പലർക്കും ഭയമുള്ള ഒരു ഇന്ത്യയാണ്.
കണ്ടറിഞ്ഞ ഇന്ത്യ എത്രത്തോളം നമ്മളോട് ചേർന്ന് നിൽക്കുന്നതാണ്? കണ്ടറിഞ്ഞ ഇന്ത്യയുമായിട്ടുള്ള ഇങ്ങനെ സംവദിക്കാൻ എത്രത്തോളം എളുപ്പമാണ്? ഞാൻ ഡൽഹിയിൽ ആദ്യ സമയത്തിൽ പോകുന്ന സമയത്ത് തന്നെ എന്നോട് പലരും ഒരാശങ്ക എന്നോണം പറഞ്ഞത് അവിടെ എന്നും പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ് എന്നൊക്കെയാണ്. ഞാനും കേട്ടത് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ സ്നേഹിക്കാൻ അറിയുന്ന മനുഷ്യരെല്ലായിടത്തും ഉണ്ട് എന്നാണ് എൻ്റെ യാത്രകളിൽ എനിക്ക് മനസ്സിലായത്. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പലപ്പോഴും ശരി തന്നെയാണ്, പക്ഷേ അവിടെയുള്ള എല്ലാ മനുഷ്യരും ഇങ്ങനെയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാൻ പലപ്പോഴും എൻ്റെ ഒരു കഥയിൽ പറഞ്ഞിട്ടുണ്ട്, കഴിക്കുന്ന വിഭവങ്ങളെല്ലാം സ്വന്തം കൃഷിയിടത്തിൽ മാത്രം വിളവെടുക്കുന്ന ഒരു ദഞ്ചിബായിയെ കാണാൻ ഞാൻ ഗുജറാത്തിൽ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പറമ്പിലെ വിഭവങ്ങളൊക്കെ എടുത്തൊരു ബജിയ ഉണ്ടാക്കി തന്ന് അങ്ങനെ കഴിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, ഇതിൽ അല്പം ഉള്ളി കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും, നിങ്ങൾ കഴിച്ചു നോക്കൂ. അങ്ങനെ എനിക്ക് അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നിന്നൊരു ഉള്ളി പറിച്ചെടുത്ത് അധികം മൂക്കാത്ത ഉള്ളി എടുത്ത് അത് 4 കഷ്ണങ്ങളാക്കി ഭാഗിച്ച് എനിക്ക് തന്നു. ഞാനതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കെ എന്നോട് പറഞ്ഞു, ടേസ്റ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് അത്ര വലിയൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഉഷാറായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ ഞാനിതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ കഴിക്കാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സ്വാമി നാരായൺ ഭക്തനാണ്, ഹൈന്ദവ വിശ്വാസിയാണ്, എനിക്ക് ഉള്ളി കഴിക്കാൻ വിലക്കുണ്ട്. പക്ഷേ ഞാനപ്പോൾ ആലോചിച്ചത്, ഉള്ളി കഴിക്കാൻ വിലക്കുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഉള്ളി എനിക്ക് വിളമ്പിത്തരാൻ യാതൊരു മടിയുണ്ടായില്ല. അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വമാണ് എനിക്ക് ആതിഥ്യമരുളിയത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരും ഈ ഇന്ത്യയിൽ തന്നെയുണ്ട്, അങ്ങനെ നമ്മളെ സ്നേഹിക്കാനും ആദരിക്കാനും അറിയുന്ന. ഞാൻ വിവിധ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇനി അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത് എൻ്റെ സുഹൃത്ത് മനീഷിൻ്റെ, രാജസ്ഥാനിലെ മനീഷിൻ്റെ വീട്ടിൽ നിന്നാണ്. ഞാൻ അവിടെ കുറഞ്ഞ ദിവസം താമസിക്കുകയും ആ ഗ്രാമങ്ങളെ മുഴുവൻ അടുത്തറിയുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും എനിക്ക് അനുഭവിക്കാൻ പറ്റിയ സ്നേഹവും ആതിഥേയത്വവുമാണ് ഇന്ത്യയുടെ ആത്മാവ്. പക്ഷേ നിലവിലെ ചില സാഹചര്യങ്ങളിൽ അതല്ലാത്ത വാർത്തകളും പലപ്പോഴായി കേൾക്കാൻ ഇടവരുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ, നമ്മളെല്ലാവരെ സംബന്ധിച്ചിടത്തോളം സങ്കടമാണ്. ഇന്ത്യയുടെ ആത്മാവ് തിരികെ പിടിക്കണം, അതിലേക്ക് തന്നെ നമ്മൾ പൂർണ്ണമായും മടങ്ങിയെത്തണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ഇന്ത്യയാണ് എല്ലാവരും സ്വപ്നം കാണുന്നത്. വിവിധ ഭാഷകൾ പറഞ്ഞ് നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുമ്പോൾ ആ ഏകത്വം എന്നത് നഷ്ടപ്പെട്ടുകൂടാ എന്ന് നമ്മൾ ഈ യാത്രയിലൊക്കെ ഈ ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പലപ്പോഴും ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അവിടെയുള്ള സുഹൃത്തുക്കളെ, നേരത്തെ നമ്മളങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാക്കി വെച്ച് അവരുമായി ബന്ധപ്പെട്ടൊക്കെയാണ് പോകുന്നതെങ്കിലും പല സ്ഥലത്തും നമുക്ക് ഈ ഭാഷാപരമായിട്ടുള്ള പരിമിതികളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ എങ്ങനെയാണ് മറികടക്കുന്നത്? ഈ കഥകൾ, പ്രത്യേകിച്ച് അങ്ങയുടെ കഥകൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ഉള്ളിൽ നിന്നുള്ള കഥകളാണ്. അത് കിട്ടണമെങ്കിൽ പൊതുവെ ആളുകളുമായിട്ട് അത്രയധികം ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. എങ്ങനെയായിരിക്കും അത് അങ്ങനെ കഥകൾ സമ്പാദിച്ചെടുക്കുന്നത്? പ്രധാനമായും ഹിന്ദി ഭാഷ ആണ് നമുക്ക് എല്ലായിടത്തും ഉപകരിക്കുന്നത്. ഞാൻ കോഴിക്കോട് മർക്കസിൽ പഠിച്ചതാണ്. എൻ്റെ സഹപാഠികളായി ഉത്തരേന്ത്യക്കാരുണ്ടായിരുന്നു. അവരിൽ നിന്നുമാണ് ഞാൻ ഹിന്ദി അങ്ങനെ പഠിച്ചത്. ഒന്ന്, പിന്നെ രാജസ്ഥാൻ്റെ ചില ഭാഗങ്ങളിൽ, അതുപോലെ ഗുജറാത്തിൻ്റെ ഗ്രാമങ്ങളിൽ, അങ്ങനെ ചില ഏരിയകളിൽ ഹിന്ദി അത്ര ആളുകൾക്ക് വഴങ്ങില്ല. രാജസ്ഥാനിൽ ഞാൻ പോയപ്പോൾ അവരെല്ലാവരും മാർവാടിയാണ് സംസാരിക്കുന്നത്. പക്ഷേ ആംഗ്യ ഭാഷ എല്ലായിടത്തും പോകുന്നത് കൊണ്ട് ഞാനങ്ങനെ മാനേജ് ചെയ്യും. എന്നാൽ പോലും നമുക്കൊരു ഹിന്ദി ബേസ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി ലക്ഷ്യമിട്ട് അടുത്ത പ്രൊജക്റ്റ് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പറയാമോ? എങ്ങനെയാണ് പുതിയ പ്രൊജക്റ്റുകൾ? ഹരിയാനയിലാണെന്ന് തോന്നുന്നു അല്ലേ? തുടക്കം ഹരിയാനയിലാണ്. ഞാൻ വിവിധ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സമീപത്തെ സർക്കാർ സ്കൂളുകൾ കൂടി സന്ദർശിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ സമീപത്ത് സർക്കാർ സ്കൂളുകൾ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ അധ്യാപകരോട് സംസാരിക്കുന്ന സമയത്ത് അവർ ദയനീയമായി പറയുന്നത്, കുട്ടികളെ എല്ലാവരെയും അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, പക്ഷേ ദിനേന സ്കൂളിൽ വരാൻ അവരാരും തയ്യാറല്ല. പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സർക്കാർ സ്കൂളുകളിലെ പ്രാഥമിക സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണ്.
ഗ്രാമങ്ങളിൽ ഒരിടത്തും ഒരു പക്ഷേ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും ബെഞ്ച് ഡെസ്ക് സംവിധാനങ്ങളില്ല, നിലത്തിരുന്ന് പഠിക്കുന്ന രീതിയാണ്. ഞാൻ രാജസ്ഥാനിലൊരു സ്കൂളിൽ പോയ സമയത്ത് അവിടെ വളരെ ചെറിയൊരു മുറി, ആ മുറിയിൽ 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും പഠിക്കുന്ന ക്ലാസ് മുറിയാണ്. ബെഞ്ച് ഡെസ്ക് സംവിധാനങ്ങളില്ല. ഈ മുറിയുടെ ഒരു ഭാഗത്ത് സ്കൂളിലെ സ്റ്റോർ റൂം കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് പ്രാഥമിക സംവിധാനങ്ങൾക്ക് ഈ സർക്കാർ സ്കൂളുകൾ നൽകുന്നത്. ഇങ്ങനെയാണ് ശ്വാസം മുട്ടിയത് പഠിക്കണം, കുട്ടികൾ പഠിക്കണം. ഈ സ്കൂളുകളിലേക്ക് കുട്ടികൾ എത്തിച്ചേരുന്നില്ല എന്ന് നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ചില സ്കൂളുകളിൽ കുറഞ്ഞ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്കൂളിൽ എന്നോട് ഒരു അധ്യാപകൻ പറഞ്ഞു, ഈ കുട്ടികളെ നിങ്ങൾ സ്കൂളുകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാണ്. അങ്ങനെയാണ് നമ്മളൊരു ചെറിയ ലേണിംഗ് സെൻറ്റർ ആദ്യം അവിടെ ആരംഭിച്ചത്. ഒരു ഹരിയാനയിലൊരു ഗ്രാമത്തിലാണ് ആദ്യമായി അവിടെ ഒരു ലേണിംഗ് സെൻറ്റർ ആരംഭിച്ചു. അവിടേക്ക് സമീപത്തെ ഗ്രാമത്തിലെ കുട്ടികളെ കൊണ്ടുവന്ന് പിന്നീട് ആ സ്കൂളുകളിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നീട് നല്ല മിടുക്കരായ കുട്ടികളുണ്ട്. എനിക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടത് നമ്മളെക്കാൾ മിടുക്കരായ ഈ കുട്ടികൾക്ക് നല്ലൊരു സംവിധാനം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വളർന്നു വരും, ഭാവിയിൽ അവൾ വലിയ ഉയർച്ചയിലേക്ക് എത്തും എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനം ഒരു റെസിഡൻഷ്യൽ സംവിധാനത്തോടെ ഒരുക്കാം എന്ന നിലക്കാണ് ഹരിയാനയിലെ സുഡാക്ക എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു റെസിഡൻഷ്യൽ സ്കൂളിന് നിർമ്മാണം ആരംഭിക്കുകയും 1 വർഷമായി നമ്മൾ നിർമ്മാണം ആരംഭിച്ച് അതിനിടയ്ക്ക് തന്നെ വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ പണിയൊക്കെ പൂർത്തീകരിച്ച് 60 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തു. 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു ആൻഡ് കാശ്മീർ 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 60 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തു. അടുത്ത ഘട്ടം 30 കുട്ടികൾക്ക് കൂടി ഒരു ബാച്ച് അഡ്മിഷൻ നടക്കാനിരിക്കുകയാണ്. ഇൻ്റർവ്യൂ അടുത്ത ആഴ്ചയാണ്. അങ്ങനെ ആണ് സ്കൂള് വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നത്. 60 കുട്ടികളാണ് നിലവിലുള്ളത്. അവർക്ക് റെസിഡൻഷ്യൽ സംവിധാനത്തോടെ പുതിയ സ്വപ്നങ്ങളിലേക്ക്, പുതിയ കാഴ്ചകളിലേക്ക് അവർ കേരളത്തിൽ വരികയും 2 മാസം ഇവിടെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 60 കുട്ടികളും ഈ 60 കുട്ടികളും ഞാൻ ഒരിക്കൽ 2-3 ആഴ്ചകൾക്ക് ശേഷം അവരെ ഞാൻ മീറ്റ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ കേരളത്തിൽ ഇതുവരെ വന്ന് നിങ്ങൾ എന്താണ് കേരളത്തിൽ നിന്ന് പകർത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് സന്തോഷപൂർവ്വം പറഞ്ഞത്, ഞങ്ങൾ വൃത്തിയാണ് പകർത്തിയത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഇത്തരം തെരുവുകളും അതുപോലെ മാർക്കറ്റുകളും വൃത്തിഹീനമായ സാഹചര്യങ്ങളാണ് പൊതുവേ ഉണ്ടാകാറുള്ളത്. നമ്മുടേത് അതിന് അപേക്ഷികമായി അത്യാവശ്യം നല്ലൊരു വൃത്തിയിൽ നമ്മുടെ ആളുകൾക്കൊരു പൊതുബോധം ആ വിഷയത്തിൽ ഉണ്ടായതുകൊണ്ട് തന്നെ വൃത്തി സൂക്ഷിക്കാറുണ്ട്. അതാണ് അവർ പകർത്തിയതെന്ന് എന്നോട് സന്തോഷപൂർവ്വം പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്കൂള് വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്നു. എങ്ങനെ നമ്മളാകണം എന്നൊരു സ്വപ്നം അവർ പുതിയ സ്വപ്നങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ആ രീതിയിൽ അവരെ കൊണ്ടുപോവുക എന്നതാണ് നമ്മൾ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. സ്കൂളിനെ കുറിച്ച് നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും. എങ്ങനെയാണ് ഇതിൻ്റെ പദ്ധതികളൊക്കെ മുന്നോട്ട് പോകുന്നത്? അതായത് ഇനിയിപ്പോൾ കൂടുതൽ കുട്ടികൾ വരാൻ പോവുകയാണ്, സ്കൂൾ കുറച്ചുകൂടെ വലുതാവണം. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പുതിയൊരു ബിൽഡിംഗ് കൂടി സ്റ്റാർട്ട് ചെയ്യണം. ഏകദേശം ഒരു 360 കുട്ടികൾക്ക് റെസിഡൻഷ്യൽ സംവിധാനത്തോടെ പഠിക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് കൂടി, നിലവിൽ പെൺകുട്ടികൾക്ക് സൗകര്യമില്ല. കാരണം ഇതിപ്പോൾ വളരെ പരിമിതമായ സൗകര്യങ്ങളിലാണ് ചെയ്തത്. പെൺകുട്ടികൾക്ക് കുറച്ചുകൂടി വിശാലമായ സൗകര്യങ്ങൾ ആവശ്യമാണ്. അങ്ങനെ പെൺകുട്ടികൾക്ക് കൂടി ഒരു ഹോസ്റ്റൽ സംവിധാനം ഒരുക്കണം. സമീപത്തെ ചില സംസ്ഥാനങ്ങളിലേക്ക് കൂടി നമ്മുടെ ഈ സംവിധാനം വ്യാപിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ലളിതമായി കഥ പറഞ്ഞു പോകുന്ന പി.ടി. മുഹമ്മദ് സഖാഫി ഇങ്ങനെ ഒരു സോഷ്യൽ മൂവ്മെൻറ്റിന് കൂടെ നേതൃത്വം നൽകുന്നുണ്ടെന്നുള്ള ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് പലർക്കും അറിയാത്തൊരു വിഷയമായിരിക്കും. എങ്ങനെയുണ്ട് ഈ സംവിധാനങ്ങൾക്കൊക്കെ നമുക്ക് പിന്തുണ എങ്ങനെയാണ്? നമ്മൾ തന്നെ ഏൺ ചെയ്യണോ, അതോ നമുക്ക് മറ്റുള്ളവർ പിന്തുണയൊക്കെ ലഭിക്കുന്നുണ്ടോ? നമ്മൾ സഹായിക്കുന്ന ആളുകൾ മുന്നോട്ട് വരുന്നുണ്ടോ? സഹായിക്കുന്ന നല്ല മനുഷ്യർ മുന്നോട്ട് വരുന്നത് കൊണ്ടാണ് ഇത്ര ഭംഗിയായി കാര്യങ്ങൾ നടന്നു പോകുന്നത്. 60 കുട്ടികൾ ഒരു ക്യാമ്പസിൽ വളരുക എന്നത് വളരെ ഭാരിച്ച ഉത്തരവാദിത്വമാണ്. അത്യാവശ്യം ചിലവുള്ളതാണ്. പക്ഷേ ഇത് 6ാം തരം മുതൽ +2 വരെ അല്ലേ? നിലവിൽ 6-7 ക്ലാസ്സുകളിലേക്കാണ് കുട്ടികളുള്ളത്. ഡേ സ്കോളേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഒരു 60 കുട്ടികളുണ്ട്. അവർ LKG
ചെറിയ കുട്ടികളുണ്ട്. ചെറിയ കുട്ടികളുണ്ട്. അത് ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അധ്യാപകരൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ കണ്ടെത്തും. അധ്യാപകർ മലയാളികളുണ്ട്, കശ്മീരികളുണ്ട്, മണിപ്പൂരിൽ നിന്നുണ്ട്, ഹരിയാനക്കാരുണ്ട്, ഡൽഹിയിൽ നിന്നുണ്ട്. ഇതിങ്ങനെ ഒരു സന്നദ്ധ സേവനമായി കണ്ടിട്ട് വരുന്നവരൊക്കെ ഉണ്ടോ? അങ്ങനെ വരുന്നവരുണ്ട്. നമ്മുടെ ഈ വീഡിയോകളൊക്കെ കാണുന്ന ആളുകൾ ഈ ലീവ് സമയത്തൊക്കെ പിന്നെ കുട്ടികൾക്ക് പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരുന്നവരുണ്ട്. പുസ്തകങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞങ്ങളൊരു കുറച്ച് പുസ്തകങ്ങൾ കണ്ടെത്തി ആ പുസ്തകങ്ങൾ തന്നെ വാങ്ങി നമുക്ക് അയച്ചു തരുന്നവരുണ്ട്. പഴയ പുസ്തകങ്ങൾ അങ്ങനെ അയച്ചു തരുന്നവരുണ്ട്. നമ്മുടെ ലൈബ്രറി സമ്പന്നമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിവിധ രീതിയിൽ നമ്മളെ സഹായിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യുന്ന മനുഷ്യരുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ വ്ളോഗിങ് ഇങ്ങനെ തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് ഇത്രയും കാര്യങ്ങൾക്കിടയിൽ? അല്ല, യാത്ര എന്നത് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുക ഇതിനൊക്കെ എങ്ങനെയാണ് സമയം കണ്ടെത്തുക എന്നുള്ള ചോദ്യം വന്നു. പക്ഷേ നമ്മളൊരു കുഗ്രാമത്തിലാണ് നമ്മുടെ സ്കൂളുള്ളത്. എവിടെ തിരിഞ്ഞാലും നമ്മൾക്ക് അങ്ങനെയുള്ള കാഴ്ചകളാണുള്ളത്. മനോഹരമായ കാഴ്ചകളാണ് ചുറ്റുമുള്ളത്. ആ സമീപത്തൊരു അത്ര ഗംഭീരമായൊരു ബിൽഡിങ് പോലും ഇല്ല. എല്ലാം ഗ്രാമീണമായ രീതികളാണ്, ഗ്രാമീണ വീടുകളാണ്. എല്ലാവരുടെയും വീട്ടിൽ ഇത്തരം എനിക്ക് ആവശ്യമായ കണ്ടൻറ്റുകളുമാണ് ഉള്ളത്. കഥകളുണ്ട്. നമുക്ക് ഗ്രാമീണരും വലിയ സപ്പോർട്ടാണ്. ഗ്രാമത്തിൽ നിന്ന് നമ്മുടെ അധ്യാപകർക്ക് വേണ്ട പാല് ദിനേന കൊണ്ടുവന്ന് തരുന്ന ആളുകളുണ്ട്. നിലവിലെ ഗ്യാസ് ലഭ്യമാകാത്ത സാഹചര്യത്തിൽ അവരുടെ വീട്ടിലെ ഗ്യാസ് കൊണ്ടുവന്ന് അങ്ങനെ തരുന്നവരുണ്ട്. ഗ്രാമീണരും ഇതിനെ ഏറ്റെടുത്ത് അങ്ങനെ നമ്മളോട് പിന്തുണ അറിയിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരു ക്യാമറയൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ പല ആളുകൾക്കും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ക്യാമറകളിൽ ഇതൊരു പുതുമയായിരിക്കും. ഈ വ്ളോഗർ എന്നുള്ള രീതിയിലൊക്കെ നമ്മളിങ്ങനെ ചെന്ന ആളുകളുടെ ജീവിതം പകർത്തുമ്പോൾ പലപ്പോഴും ചോദ്യം വരാറില്ലേ, ഇത് എന്തിനാണ്, ഇങ്ങനെ എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദ്യങ്ങൾ വരാറില്ലേ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ പൊതുവേ കുറവാണ്. ഒന്ന്, എൻ്റെ വീഡിയോ ഇനി ഏതിലാണ് കാണുക എന്നാണ് പലപ്പോഴും എനിക്ക് ചോദ്യം വന്നിട്ടുള്ളത്. പിന്നീട് ആ വീഡിയോകൾ കണ്ട് സന്തോഷം പറയുകയും ഗ്രാമത്തിലെ മറ്റു ആളുകൾക്ക് കൂടുതൽ കഥകൾ നമ്മളെ തേടി വരാറുണ്ടോ? തീർച്ചയായും അങ്ങനെ സന്തോഷം പറയുകയും ഗ്രാമീണർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ കഥകൾ അത് കണ്ടിങ്ങനെ നമ്മളെ തിരഞ്ഞു വരാറുണ്ടോ? ഇങ്ങനെയുള്ള കഥകൾ ഇവിടെയും ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം, അവർ തന്നെ പറഞ്ഞു തരും. അങ്ങനെയുള്ള കഥകളും ഉണ്ടായിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ സമയത്ത് ഈ കൃഷിയാണ് വിളവെടുക്കുന്നത്, അടുത്ത ഘട്ടത്തിൽ ഈ കൃഷി വരും, ആ സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഇനിയും പകർത്താം എന്ന് പറയുന്നവരുണ്ട്. അല്ല, ഈ വ്ളോഗ് കാണുമ്പോഴേ എപ്പോഴും വളരെ പോസിറ്റീവായ ഒപ്റ്റിമിസ്റ്റിക്കായ സ്റ്റോറികൾ മാത്രമാണ് അതിൽ വരാറ്. അതിൽ ഈ കടന്നു പോകുന്ന വഴികളിൽ ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ ഞാൻ ആ വഴികൾ പലതിനും സഞ്ചരിച്ചിട്ടുള്ളതാണ്. നമുക്കൊക്കെ പലപ്പോഴും ആശങ്ക ഉണ്ടാക്കുന്ന, വേദന ഉണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പലതരം കഥകൾ കൊണ്ട് സമ്പന്നമായ വഴികളിലൂടെ നടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഈ പോസിറ്റിവിറ്റി ഇങ്ങനെ പെറുക്കിയെടുക്കുന്നത് ഈ മനുഷ്യനൊക്കെ നമുക്ക് തോന്നൽ വരാറുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫിൽറ്ററിങ് നടക്കുന്നത്? കൃത്യമായിട്ട് നമ്മൾ പറയില്ലേ, നമ്മൾ ദോഷയ്ക്ക് തൃക്കുകൾ എന്നൊക്കെ പറയുന്നതിനപ്പുറം കൃത്യമായിട്ട് പോസിറ്റീവ് സ്റ്റോറീനെ മാത്രം കറക്റ്റ് ഫിൽട്ടർ ഔട്ട് ചെയ്തെടുത്ത് കൃത്യമായി കൊണ്ടുവരുന്നു. ഒരുപക്ഷെ ഇത് കാണുന്ന ആളുകളിലും ആ ഒരു ഇമ്പ്രഷൻ ആയിരിക്കും ഒരുപക്ഷെ പ്രിയപ്പെട്ടവനാക്കുന്നത്, ഈ പോസിറ്റീവ് എനർജി കിട്ടുന്നുള്ളൂ അല്ലേ? അങ്ങനെ പറയാറില്ല ആളുകൾ. ഈ പ്രവാസികളൊക്കെ വിളിക്കാറുണ്ട്. അവർ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുന്ന സമയത്ത് ഒരു പോസിറ്റീവ് മൈൻഡോടെ കിടക്കാൻ നിങ്ങളുടെ കഥകൾ സഹായിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. എൻ്റെ ഒരു രീതി അതാണ്. അല്ല, എന്നാൽ ഇതിലൊന്നും വീഴാതെ ഈ പ്രൊപ്പഗാൻഡയിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിൽ കഷ്ടപ്പാടിലൊന്നും വീഴാതെ കൃത്യമായിട്ട് ആളുകളെ പോസിറ്റീവ് ഒരു എനർജി കൊടുക്കുന്ന വീഡിയോസ് മാത്രം വരുന്നു. ഇതെങ്ങനെയാണ് നടക്കുന്നത്? എല്ലായിടത്തും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായും ഗ്രാമങ്ങളിൽ വൃത്തികേടുകൾ അപ്പുറത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അവരുടെ ഒരു ശീലമാണ്, അവരുടെ രീതിയാണ് എന്ന് മനസ്സിലാക്കി നമ്മളതിനെ ഉൾക്കൊള്ളുക എന്നത് മാത്രമാണ് പരിഹാരം. അതിനെ നമ്മൾ ഒരു വീഡിയോ ചിത്രീകരിച്ച് അതിനെ പുറത്തെത്തിക്കുന്നതിൽ അവർക്കും നമുക്കും അതുകൊണ്ട് ഗുണമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അനുഭവിക്കുന്ന പോസിറ്റീവായ വശങ്ങൾ എടുത്ത് ചിത്രീകരിച്ച് അതിനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ശീലിച്ചത്. എൻ്റെ ഒരു രീതി അതാണ്. ഈ ഫോളോവേഴ്സിൽ ഭൂരിഭാഗം അങ്ങനെയുള്ള ആളുകളുമാണെന്ന് തോന്നുന്നത്. ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്ന് തോന്നുന്നത്. നമ്മുടെ ഈ ഒരു പിടിവാശി ഉണ്ടല്ലോ, ഞാൻ പോസിറ്റീവായ കാര്യങ്ങളെ പറയുള്ളൂ. അപ്പോൾ ആളുകൾ, അത് കാണുന്ന ആളുകളും ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കാണുക എന്ന് ഇഷ്ടപ്പെടുന്ന അങ്ങനെ തീരുമാനമുള്ള പല ആളുകളും ആയിരിക്കും ഇതിൻ്റെ താഴെ പലപ്പോഴും കമൻറ്റുകളൊക്കെ അങ്ങനെ വരാറുണ്ട്. വലിയ എനർജിയാണ് ഇത് കാണുമ്പോൾ അല്ലേ? സോഷ്യൽ മീഡിയയിൽ വലിയ സന്തോഷം തോന്നുന്ന കാര്യമല്ല അങ്ങനെയൊക്കെ കാണുമ്പോൾ. അങ്ങനെ ആളുകൾക്ക് വിളിക്കാറുണ്ടോ ഇതൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ ചോദിച്ചു? അത് വിളിക്കാറുണ്ട്, പലപ്പോഴും ആളുകൾ വിളിക്കാറുണ്ട്. പിന്നെ പ്രവാസികൾ വിളിക്കാറുണ്ട്, മലയാളികൾ തന്നെ ഇവിടെ കേരളത്തിൽ മാത്രം ജോലി ചെയ്യുന്നവർ അങ്ങനെയും വിളിക്കാറുണ്ട്.
അവർ തരുന്ന ഒരു ഊർജ്ജമാണ് നമ്മളെ ഇങ്ങനെ ഇനിയും മുന്നോട്ട് നയിക്കുന്നത്. കാരണം വലിയ കഷ്ടപ്പാടല്ല. ഇപ്പോൾ ഗുജറാത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വലിയ രീതിയിൽ പലതരം പ്രശ്നബാധിത മേഖലകൾ അടക്കമുള്ള സ്ഥലങ്ങളിലൂടെ പോകുന്നു. നമ്മൾ പോകുമ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകരായിക്കോട്ടെ മറ്റാരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ കാണുന്ന പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കാണുന്നത് വേറൊരു കഥയാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. കാരണം അതിനിടയിൽ നിന്നൊരു പോസിറ്റീവായ ഒരു കഥ കൊണ്ട് നിങ്ങൾ വരുന്നു, നിങ്ങൾ കഥ പറയാമെന്ന് പറയുന്നു, ആ കഥ അവതരിപ്പിക്കുന്നു. അപ്പോൾ പലപ്പോഴും നമുക്കൊക്കെ അസൂയ തോന്നിപ്പോകുന്നൊരു കാര്യമാണ് കേട്ടോ, വളരെ സീക്രട്ടായിട്ട് പറയാം. ഇറ്റ്സ് എ കൺഫ്യൂഷൻ. അപ്പം അങ്ങനെ കൊണ്ടുവരാൻ മാത്രം നിങ്ങൾ എങ്ങനെയാണ് ഈ കഥയെ കണ്ടെത്തുന്നത്? അല്ലെങ്കിൽ ഇതിനാൽ ഞാൻ ബാധിക്കപ്പെടില്ല നിങ്ങൾക്കൊരു ദൃഢനിശ്ചയമുണ്ടോ? ഇത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്നിലൂടെ വരില്ല, ഞാൻ ഉറപ്പിച്ചിരിക്കും, അങ്ങനെ ദൃഢനിശ്ചയമുണ്ടോ? ഞാൻ കാണുന്ന കഥകൾ ആ രീതിയിലുള്ളത് കൊണ്ടായിരിക്കണം. പൊതുവേ ഒന്ന് ഒരു പോസിറ്റീവായ എനർജി ആയിരിക്കണം ആളുകൾക്ക് കിട്ടേണ്ടത് എന്നൊരു നിർബന്ധം എനിക്കുണ്ട്. പിന്നെ അത്യാവശ്യം പോസിറ്റീവായ കാര്യങ്ങൾ ഇത്തരം മേഖലകളിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കഥകൾ പറഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് പലയിടത്തു നിന്നുള്ള വളരെ വൈവിധ്യപൂർണമായ മനോഹരമായ കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നത്. ഇപ്പോൾ രാജസ്ഥാനിൽ പോയ സമയത്ത് അവരുടെ ഭക്ഷണ രീതി, അവരുടെ തലപ്പാവ്, ഞാൻ മതപരമായ കാരണങ്ങളാലാണ് തലപ്പാവ് ധരിക്കുന്നത്, എന്നാൽ അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി തലപ്പാവ് ധരിക്കുന്ന മനുഷ്യർ, അതേക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പിന്നെ ഇവൻറ്റുകൾക്കനുസരിച്ച് തലപ്പാവിൻ്റെ നിറം മാറും. മരണ വീട്ടിൽ ധരിക്കുന്ന തലപ്പാവല്ല, അതിൻ്റെ നിറമല്ല ഒരു കല്യാണ സദസ്സിൽ ധരിക്കുക. കഴിഞ്ഞില്ല, അവർക്കിടയിലെ ഉയർച്ച താഴ്ചകൾക്കിടയിൽ പോലും തലപ്പാവിൻ്റെ നിറം വ്യത്യാസമുണ്ട്. അങ്ങനെ ഇത്തരം സംസ്കാരങ്ങളിലേക്കും അവരുടെ ജീവിത രീതികളിലേക്കും കടന്നാൽ തന്നെ ഒട്ടേറെ പോസിറ്റീവായ കഥകൾ ഉള്ളതുകൊണ്ട് നമുക്ക് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് കടക്കേണ്ട സാഹചര്യം ഉണ്ടാകാറില്ല. ഇനിയിപ്പം നിർത്തുന്നില്ലല്ലോ, കഥ തുടരുകയാണല്ലോ. എനിക്ക് തോന്നുന്നു ഇനി ഒരുപാട് കഥകൾ നമ്മുടെ മുൻപിലുണ്ടാവും. ഇനി പോകാൻ ആഗ്രഹിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിൽ ഏകദേശം എത്ര സംസ്ഥാനങ്ങളൊക്കെ നമ്മളിപ്പോൾ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും? ഞാൻ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും സഞ്ചരിച്ചിട്ടുണ്ട്. ഒന്ന്, ഞാൻ ആദ്യഘട്ടങ്ങളിലൊരു 3 വർഷം നമ്മുടെ നിശബ്ദ കാലഘട്ടം ഒരു നിരന്തരം സഞ്ചരിച്ച് എല്ലായിടത്തും ഏകദേശം സഞ്ചരിച്ചിട്ടുണ്ട്. ഇനി അത്തരം മേഖലകളിലേക്ക് വീണ്ടും സഞ്ചരിക്കുക എന്നതാണ് ഞാൻ കരുതുന്നത്. രാജസ്ഥാൻ്റെ കഥകൾ ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. രാജസ്ഥാൻ എന്നത് വിവിധ പ്രദേശങ്ങളാണ്, വിവിധ രീതികളാണ് അവിടെയുള്ളത്. അതിൻ്റെ പുതിയ കഥകളിലേക്ക് അടുത്ത് സഞ്ചരിക്കാനിരിക്കുകയാണ്. പിന്നെ നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മേഘാലയ, അസം, അരുണാചൽ പ്രദേശ് തുടങ്ങി സംസ്ഥാനങ്ങളിലേക്ക് കൂടി എൻ്റെ യാത്രകൾ നടക്കാനിരിക്കുകയാണ്. പദ്ധതിയിലാണ്. തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ടുണ്ടോ? അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഊതിൻ്റെ വിശാലമായ ഒരു ഭാഗം അസമിലും അതുപോലെ പിന്നെ മണിപ്പൂരിലും ഒക്കെയുണ്ട്. അവിടേക്കൊക്കെ എത്തിച്ചേരണം. വിവിധ കഥകളുണ്ട്, അങ്ങോട്ടൊക്കെ എത്തിച്ചേരണം. അരുണാചൽ പ്രദേശ്, കശ്മീരിനെ പോലെ മനോഹരമായ ഗ്രാമങ്ങൾ അവിടെയുണ്ട്. അങ്ങോട്ടൊക്കെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെയൊക്കെ ഇതിനകം കൂട്ടുകാരെയൊക്കെ കണ്ടെത്തി വെച്ചിട്ടുണ്ടാവും? അപ്പോൾ ചിലയിടത്തൊക്കെ ഉണ്ട്. മണിപ്പൂരിൽ ഉള്ള എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ സ്കൂളിൽ അധ്യാപകനാണ്, അങ്ങോട്ട് പോകണം. അസമിലൊരു സുഹൃത്തുണ്ട്. അങ്ങനെ ചിലയിടത്തൊക്കെ സുഹൃത്തുക്കളുണ്ട്. രാജസ്ഥാനിലെ സുഹൃത്ത്, ഞാൻ അവിടെ നിന്നും എൻ്റെ സുഹൃത്തായതാണ്. അങ്ങനെ പോയാൽ നമ്മൾ പോവുക എന്നുള്ളതാണ്, പിന്നീട് അവരെ പരിചയപ്പെടുക എന്നതാണ്. നമ്മൾ നിർത്തിയെടുത്ത്, നമ്മൾ സ്കൂളിനെ കുറിച്ച് പറഞ്ഞ് നിർത്തിയെടുത്ത് ഒന്നുകൂടെ തുടങ്ങേണ്ടതുണ്ട് തോന്നുന്നു. നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ വരാൻ പോകുന്നത് ഒരു 360ഓളം കുട്ടികൾ ഇതിൻ്റെ ഒരു കംപ്ലീഷനിൽ നമ്മുടെ സ്കൂളിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ടോട്ടൽ സെലക്ഷനൊക്കെ പൂർത്തിയാകുമ്പോൾ വലിയ പിന്തുണ ആവശ്യമില്ലേ നമുക്കിനി അതിൻ്റെ ഭാഗമായിട്ട്? തീർച്ചയായും അത് വലിയ പിന്തുണ ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. 360 കുട്ടികൾ ഒരു ക്യാമ്പസിൽ വളർന്ന് അവിടെ താമസിച്ചു പഠിക്കുക എന്നത് വളരെ വലിയ ദൗത്യം അതിന് പിറകിലുണ്ട്. അതിങ്ങനെ പതിയെ അതിലേക്ക് എത്തിച്ചേരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാനല്ല, ഒരു ബാച്ച് ഈ വർഷം, അടുത്ത ബാച്ച്, അങ്ങനെ വളരെ പതിയെ ഇങ്ങനെ കാലെടുത്ത് വെച്ച് അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ ക്യാമ്പസ് സജ്ജീകരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കുട്ടികളുടെ സെലക്ഷൻ എങ്ങനെയാണ്? നമ്മൾ വില്ലേജുകളിൽ നിന്ന് നമ്മൾ കണ്ടെത്തി സ്ക്രീൻ ചെയ്ത് കൊണ്ടുവരുന്ന കുട്ടികളാണോ? നമുക്ക് 30 ലേണിംഗ് സെൻറ്ററുകളുണ്ട് 4 സംസ്ഥാനങ്ങളിലായി. അങ്ങനെ ആ സംസ്ഥാനങ്ങളിലെ ലേണിംഗ് സെൻറ്ററുകളിൽ നമ്മൾ സെലക്ഷൻ ക്യാമ്പുകൾ വെക്കുകയും പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ, ഉത്തരാഖണ്ഡ് അത്തരം പ്രദേശങ്ങളിൽ വേറെ രീതിയിൽ സെലക്ഷൻ ക്യാമ്പുകൾ വെക്കുകയും
കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 1200 അപേക്ഷകൾ എത്തിയിട്ടുണ്ട്. അതിൽ നിന്നാണ് 60 കുട്ടികളെ മാത്രം എടുത്തത്. അത്രേ സൗകര്യമുള്ളൂ എന്നതുകൊണ്ടാണ്. ഈ വർഷവും ഏകദേശം 500-ലേറെ അപേക്ഷകൾ നിലവിലെത്തിച്ചേർന്നു. ഇനിയും കൂടുതൽ അപേക്ഷകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യവും അതുപോലെ അതിനുള്ള കഴിവുമുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ, അതുപോലെ വളരെ പാവപ്പെട്ടവരാണ് എന്നുകൂടി ബോധ്യപ്പെടുന്ന പക്ഷം അവരെ സ്കൂളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് രീതി. അതിനുവേണ്ടി നമ്മളൊരു സ്ക്രീനിങ് ഒക്കെ നടത്തും. അങ്ങനെ സ്ക്രീനിങ് ചെയ്തത് അടിസ്ഥാനത്തിലാണ് 60 മിടുക്കരായ കുട്ടികളെ നമ്മൾ ക്യാമ്പസിലേക്ക് കഴിഞ്ഞ വർഷം എത്തിച്ചത്. ആ കഥയും അങ്ങനെ തുടരുകയാണ്. അപ്പം വൈകുന്നേരം നമ്മളോടൊപ്പം അപ്ഡേറ്റിനൊപ്പം ചിലവഴിച്ചതിന് വളരെ നന്ദി. കൂടുതൽ വിശേഷങ്ങൾ, കൂടുതൽ വിവരങ്ങളായിരുന്നു നമുക്ക് ഇനിയും കാണാം. എല്ലാവിധ പദ്ധതികൾക്കും ആശംസകൾ. സ്കൂളൊക്കെ ഗംഭീരമാവട്ടെ. സന്തോഷം.